വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ വാൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ളത് പ്രീവിയസ് സെഷൻസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് വാളിൽ സ്വീപ്പ് ആൻഡ് റിവീൽ എന്നുള്ള ഒരു രണ്ട് ഓപ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീൻസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാളിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ആഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കൊരു എക്സ്റ്റെൻഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു റിവീലായിട്ടോ, എക്സ്റ്റെൻഡ് ഇൻ ദ സെൻസ് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഡിസൈൻ, അതുപോലെ തന്നെ റിവീലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കും അത് അകത്തോട്ടൊരു ഹോലോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. ഒരു വാൾ നമ്മൾ ഈ ഫാമിലി ഇരുന്ന് എടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാൾ കോമ്പനൻറ്റെ മാത്രം നമുക്ക് ഈ വാൾ സ്വീപ്പും വാൾ റിവീലും അപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഇറ്റ് മീൻസ് ഇറ്റ് അപ്ലൈസ് ഓൺലി ഓൺ ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. അപ്പോൾ നമുക്കിപ്പോൾ വാൾ സ്വീപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ഒരു കോമ്പൗണ്ട് വാൾ ഫോർ റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വാൾ സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ആർക്കിടെക്ചറിനകത്ത് വാൾ എടുക്കുക, അതിനകത്ത് വാൾ സ്വീപ്പിനുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് ഹരിസോണ്ടൽ, പിന്നെ വെർട്ടിക്കൽ. നമുക്കിപ്പോൾ ഹരിസോണ്ടൽ മാനറിൽ ഒരു ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിലും വെക്കാം, അതേപോലെ വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിലും വി ക്യാൻ ഗോ ഫോർ ദറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹരിസോണ്ടൽ എന്നുള്ളതിൽ ആദ്യം എടുക്കുമ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ഒരു പ്രൊഫൈൽ മാത്രം, ഒരു ബ്രിക്കിൻ്റെ അളവ് മാത്രം ഒരു സ്ക്വയർ പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സൈഡ് വാളിലെ കൂടെ അത് ക്ലിക്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, ആ ഒരു വാൾ തന്നെ ബട്ട് നമുക്കത് ഒരു എക്സ്റ്റൻഷൻ പോലെ പുറത്ത് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ആ വാളിൻ്റെ പ്ലേസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നേരെ വാൾ സ്വീപ്പ് ആ ഒരു വാളിൻ്റെ പ്ലേസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതേപോലെ തന്നെ കിട്ടും. നമുക്കിതുപോലെ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ കളേഴ്സ്, മെറ്റീരിയൽസ് യാത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ദ സെയിം തിങ് അതേപോലെ തന്നെയാണ് നമുക്ക് വാൾ റിവീൽ വരുന്നത്. വാൾ റിവീൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതേപോലെ ഹരിസോണ്ടലുണ്ട്, വെർട്ടിക്കലുണ്ട്. ഇപ്പം നമ്മൾ ഹരിസോണ്ടലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് ഒരു ഡീഫോൾട്ടായിട്ടുള്ള ഒരു സൈസ്, ഒരു സ്ക്വയർ സൈസിലാണ് ഇത് കാണുന്നത്. ആ ഒരു സൈസ് ഇവിടെ കാണും. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ, അതിനകത്തൊരു ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ സൈഡിലേക്കൂടെ നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, നമുക്കൊരു ഹോളോ ഫേസിലുള്ള ഒരു ഡിസൈനാണ് വാൾ റിവീലിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഇത്രയും വേണ്ട, ചെറുതാക്കണം, അല്ലെങ്കിൽ ഇതിനെ മാറ്റാൻ എന്നാണ് വഴി. ഇപ്പം നമുക്ക് വാൾ സ്വീപ്പ് എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് ഒരു 4-5 എണ്ണം നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വെർഷൻ അനുസരിച്ചാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീഫോൾട്ട് പ്രൊഫൈൽസ് എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ എഡിറ്റ് ടൈപ്പിൽ പോവുക. എഡിറ്റ് ടൈപ്പിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ഒരു പ്രൊഫൈലിന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. ഇതിനകത്ത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് 2 ബ്രിക്കാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 ബ്രിക്കായിട്ട് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ഓക്കെ. കണ്ടോ, അതിൻ്റെ അളവിങ് കുറഞ്ഞു. ഇതാണ് 1 ബ്രിക്ക്, ഈ ഒരു സെയിം അളവ്. ഇപ്പോൾ ഇതിനെ വന്ന് എനിക്ക് ഞാൻ 2 ബ്രിക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. എഡിറ്റ് ടൈപ്പ് കൊടുക്കുമ്പോൾ സെയിം തിങ് കൺസ്ട്രക്ഷൻ അണ്ടർ പ്രൊഫൈലിനകത്ത് എനിക്ക് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബ്രിക്സ് ഉണ്ട്, 3 ബ്രിക്സ് ഉണ്ട്, സമോട്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വാൾ സ്വീപ്പും വാൾ റിവീലും ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഇങ്ങനെ വേണ്ട, എനിക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈനാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോണത്. ഈ വാൾ സ്വീപ്പും വാൾ റിവീലും കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രോജക്റ്റിനകത്താണ് എനിക്ക് ആ ഒരു ഡിസൈൻ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി നമ്മൾ ഒരു മെട്രിക് പ്രൊഫൈലിനുള്ള ഫാമിലി ക്രിയേറ്റ് ചെയ്യുക. ദെൻ വി ക്യാൻ ലോഡ് ചെയ്യുക. ഈ പ്രോജക്റ്റിലെ കൂടുതൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രോജക്റ്റ് പ്രൊഫൈൽ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടെ ആപ്ലിക്കേഷൻ മെനു ചെന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹിയർ ഇറ്റ്സ് ഗോയിങ് ഫോർ ന്യൂ എടുക്കുക. ന്യൂവിനകത്ത് പ്രോജക്റ്റ് അല്ല, വി ആർ വർക്കിംഗ് അണ്ടർ ദ പ്രോജക്റ്റ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഫാമിലിയാണ്. സോ ഞാൻ ഫാമിലി ക്രിയേറ്റ് ചെയ്യുക. ഫാമിലി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരെ എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് മെട്രിക് പ്രൊഫൈലാണ്. അതിലും നമ്മൾ ബേസിക് വെർഷനാണ് എടുക്കുന്നത്. കണ്ടോ, ഇവിടെ മെട്രിക് പ്രൊഫൈൽ ബേസിക് വെർഷൻ ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പുതിയ ഫാമിലി ഫയൽ ഓപ്പൺ ആവുന്നുണ്ട്. ഇന്ന് ശരിക്കും .rft എന്നുള്ള എക്സ്റ്റൻഷനിലാണ് എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ റെവിറ്റ് ഫയൽ, ഇറ്റ്സ് എ ഫാമിലി ടെംപ്ലേറ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു.
ഇതിൽ ഞാനൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ഇവിടെ നിന്ന് ലൈൻ എടുക്കുകയാണ്. ലൈൻ എടുത്തിട്ട് അതിൻ്റെ മുമ്പ് വരയ്ക്കുന്ന മുമ്പ് നമ്മൾ യൂണിറ്റ് എന്താണെന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് കൺഫേം ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റിൽ യൂണിറ്റ് കിടക്കുന്നത് സെൻറ്റിമീറ്റേഴ്സാണ്. സോ നമുക്കിവിടെ സെൻറ്റിമീറ്ററിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് സെയിം തിങ് കറക്റ്റായിട്ട് നമുക്ക് റെഫറൻസ് കിട്ടും. സോ ഞാൻ ഇവിടെ സെൻറ്റിമീറ്റർ എന്നുള്ളത് ഞാൻ വെക്കുക. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ലൈൻ എടുത്തു. ലൈൻ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പ്രൊഫൈലാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ആ കോമ്പൗണ്ട് വാളിൻ്റെ മേലിൽ കൂടെ ഒരു ഫിനിഷിങ് ഒരു ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഞാൻ ഒരു സംഭവം വരയ്ക്കുക. അപ്പോൾ ഇതിനകത്തൊരു 25 സംവോട്ട് വെക്കാം. ഞാനൊരു 25 ആണ് വെക്കുന്നത്. 25 ഹൈറ്റിൽ, പിന്നെ ഇങ്ങോട്ടൊരു 20 ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നമുക്ക് ഏത് പ്രൊഫൈൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ അവർ ക്രിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 5 എന്നുള്ളത് വെച്ചു. ഇവിടെ ഒരു 5 വെക്കാം. ഒരു ക്രോസ് ആയിട്ട് ഞാനിത് റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് കേർവായിട്ടുള്ള രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. സോ ഞാനത് ആർക്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ആ ലൈൻസൊക്കെ ഇപ്പോൾ കളയുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ആർക്കായിട്ട് ക്ലോസ് ചെയ്യാം. ക്രിയേറ്റ് പോവുക, ലൈൻ എടുക്കുക, ആർക്കിൽ അകത്തോട്ടായിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഒരു ഫിനിഷിംഗ് ആണ് ഞാൻ വെക്കാൻ പോണത്. സോ ഞാനിത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, ഇങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നെയിം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ഫിനിഷ് എന്നുള്ളത് മാത്രം കൊടുക്കുക. കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് നൗ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രോജക്റ്റ് ഫയല് ക്ലോസ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫാമിലി ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഡയറക്റ്റ്ലി ലോഡ് ഇൻ ടു പ്രോജക്റ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ പ്രോജക്റ്റിനകത്ത് ആ ഒരു പ്രൊഫൈൽ ടൈപ്പ് കയറി കഴിഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 3Dക്കകത്ത് പോകാം. എന്നിട്ട് ഈ ഒരു ഇതിലാണ് ഞാനൊരു ഫിനിഷിങ് ഇത് കൊടുക്കാൻ പോണതെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വാൾ സ്വീപ്പായിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് എഡിറ്റ് ടൈപ്പിൽ പോകുമ്പോഴത്തേക്കും എനിക്കിവിടെ കൺസ്ട്രക്ഷൻ പ്രൊഫൈൽ നേരത്തെ നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടത്, 1 brick 2 brick 3 bricks ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ഫാമിലിയും കൂടെ കയറിയിട്ടുണ്ടാവും. കണ്ടോ, ഫിനിഷിനുള്ള ഒരു ഫാമിലിയാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതും കൂടെ കയറിയിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ മെറ്റീരിയൽ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ, ഇല്ല വീഡിയോനെ ക്ലിയർ ആയിട്ട് കാണണമെന്നുള്ള രീതിയിൽ ഞാനൊരു കോൺട്രാസ്റ്റ് കളറോ ഒരു ചെറി കളറോ അല്ലെങ്കിൽ കോപ്പർ കളറോ എല്ലാം കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന വാൾ സ്വീപ്പിന് പറയുന്നത് ആ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വാൾ സ്വീപ്പ് എടുക്കുക. ഇതിനകത്ത് നമുക്ക് എന്താ ഉള്ളതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ വെക്കുമ്പോൾ ജസ്റ്റ് ഞാൻ വാളാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ അത് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നോക്കും. കണ്ടോ, ആ ഒരു രീതിയിൽ ഇത് കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് എലിവേഷൻ സൈഡിൽ വെച്ചിട്ട് താത്ത കൊടുക്കാം. എക്സാക്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ 3D എടുക്കുമ്പോഴത്തേക്കും കണ്ടോ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഇങ്ങനെ നമുക്കൊരു ഫിനിഷിങ് പോലത്തെ ഒരു സംഭവം കിട്ടും. ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമൈസ്ഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് വാൾ സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സെയിം തിങ് നമുക്ക് വാൾ റിവീൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പിന്നെ ഒന്ന് ഓപ്പണിലോട്ട് പോകാം. ന്യൂ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാണ്. അഗൈൻ മെട്രിക് പ്രൊഫൈലാണ് എടുക്കാൻ പോണത്. മെട്രിക് പ്രൊഫൈൽ എടുത്തു. ഇതിൻ്റെ യൂണിറ്റ്സ് ഞാൻ ചെക്ക് ചെയ്തോളാം, സെൻറ്റിമീറ്ററിൽ വെച്ചോളാം. ഓക്കെ കൊടുത്തു. ഇപ്പം ഞാൻ ലൈൻ എടുത്തിട്ട് ചെറിയ ഒരു 20 ഈ ഒരു അളവെന്നുള്ളത് ഒരു 10 or 15 സമോട്ട് കൊടുക്കാം. താഴോട്ട് ഒരു 7 അകത്ത് പോവുക. പിന്നെ ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് കൊടുക്കുന്നത്. സോ ഇതിനെ ഞാൻ പിന്നെ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഞാൻ റിവീൽ എന്നുള്ളതായിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം നേരെ ഞാൻ ലോഡ് ഇൻ ടു പ്രോജക്റ്റ് എന്നുള്ളത് ഈ പ്രോജക്റ്റാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ആ ഒരു പ്രോജക്റ്റിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ 3D പോവാണ്. 3D പോയിട്ട് ഇവിടെ ആ ഒരു ഡിസൈൻ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ളത് ഒരു സ്ക്വയർ മാത്രമേ നമുക്ക് റിവീൽ കിട്ടിയിട്ടുള്ളൂ. പുതിയത് വാൾ റിവീൽ എടുക്കുക. ഇവിടെ എഡിറ്റ് ടൈപ്പ് പോവുക. ദ സെയിം തിങ് പ്രൊഫൈലിനകത്ത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഇതിനകത്ത് കയറിയിട്ടുണ്ടാവണം. ഇതൊക്കെ റിവീലുണ്ട്. എന്നിട്ട് അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് കണ്ടോ, ഞാൻ നേരത്തെ ചെയ്തത് തന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത് ചെയ്തതുകൊണ്ട് എനിക്ക് നേരെ അത് മാറിയിട്ടുണ്ട്. 1 സെക്കൻഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതിൽ എന്ത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്കിവിടെ കേർവായിട്ട് അത് ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കേർവ് പോലെ വേണമെങ്കിലും നമുക്കത് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു ഡിസൈൻസ് എടുത്തിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.